നമസ്കാരം. ഇന്ന് 2024 ജൂൺ 20 വ്യാഴം. ദേശാഭിമാനി മുഖപ്രസംഗം. അവതരണം രമ്യ മനോജ്. കൂടുതൽ ഉന്നതിയിലേക്ക്, സാമൂഹ്യ തുല്യതയിലേക്ക്. മഹാത്മാ അയ്യൻകാളിയുടെ 83ാം സ്മൃതി ദിനത്തിൽ സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ വികസന വകുപ്പ് പുറത്തിറക്കിയ ചരിത്ര പ്രധാന ഉത്തരവ് കേരളീയ സമൂഹത്തെ തുല്യതയിലേക്ക് കൂടുതൽ ഉയർത്തുന്നതും അധസ്ഥിത ജനവിഭാഗങ്ങളുടെ ആത്മവിശ്വാസം വളർത്തുന്നതുമാണ്. ദളിത് ആദിവാസി ജനവിഭാഗങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങളെ കോളനി, ഊര്, സങ്കേതം എന്നീ പേരുകളിൽ വിളിച്ചിരുന്നത് അവസാനിപ്പിക്കാനും പകരം യഥാക്രമം നഗർ, ഉന്നതി, പ്രകൃതി എന്നീ പേരുകൾ ഉപയോഗിക്കാനും നിർദ്ദേശിക്കുന്നതാണ് ഉത്തരവ്. വകുപ്പ് മന്ത്രിയായിരുന്ന കെ രാധാകൃഷ്ണൻ ലോക്സഭാംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് മന്ത്രിസ്ഥാനം രാജിവെക്കുന്നതിന് തൊട്ടു മുമ്പാണ് സാമൂഹ്യബോധത്തെ കൂടുതൽ ജനാധിപത്യവൽക്കരിക്കുന്ന സുപ്രധാന ഉത്തരവിൽ ഒപ്പിട്ടത്. നൂറ്റാണ്ടുകളുടെ ചരിത്രമുള്ള ജാതി ജന്മി നാടുവാഴിത്ത വ്യവസ്ഥയുടെ ഇരകളായി എല്ലാ മേഖലകളിലും പിന്തള്ളപ്പെട്ട ജനവിഭാഗങ്ങളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തുന്നതിന് സംസ്ഥാനത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ സ്വീകരിച്ചു വരുന്ന നടപടികളുടെ തുടർച്ചയിലാണ് പുതിയ തീരുമാനം. ജനാധിപത്യ മതനിരപേക്ഷ മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്ന പരിഷ്കൃത സമൂഹം കോളനി വാഴ്ചയുടെ ഓർമ്മകൾ അവശേഷിപ്പിക്കുന്ന പേരുകൾ തുടരേണ്ടതില്ലെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ കാഴ്ചപ്പാട്. അവഹേളനപരമായി പലപ്പോഴും ഉപയോഗിച്ചു വരുന്ന കോളനി എന്ന പേര് അവിടങ്ങളിൽ താമസിക്കുന്നവരിൽ അപകർഷാബോധം ഉണ്ടാക്കുന്നതിനാൽ അത്തരം നാമങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കാനും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള രണ്ടാം സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ തീരുമാനിച്ചിരുന്നു. അടിമത്തത്തെ സൂചിപ്പിക്കുന്ന പദമാണ് കോളനി എന്നും അതിനാലാണ് ഈ പദം ഒഴിവാക്കുന്നതെന്നും ഉത്തരവ് ഒപ്പിട്ട ശേഷം മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ SC, ST പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്ന് പൂജാരിമാരെ നിയമിക്കുന്നതടക്കം നിരവധി പുരോഗമന നടപടികളാണ് 8 വർഷത്തിനിടെ LDF സർക്കാർ നടപ്പാക്കിയത്. സംസ്ഥാനത്തെ വിവിധ ഇടങ്ങളിലായി 70ഓളം ക്ഷേത്രങ്ങളിലാണ് 3 വർഷത്തിനിടെ SC, ST വിഭാഗങ്ങളിൽ നിന്നുള്ള യുവാക്കൾ പൂജാരിമാരായത്. 2 വർഷത്തിനകം മുഴുവൻ ഭൂരഹിത ഭവനരഹിത പട്ടികവർഗ കുടുംബങ്ങൾക്കും ഭൂമിയും വീടും നൽകാനുള്ള പദ്ധതിയും സർക്കാർ നടപ്പാക്കി വരികയാണ്. 28,000-ലധികം പട്ടികജാതി കുടുംബങ്ങൾക്ക് 8 വർഷത്തിനിടെ ഭൂമി നൽകിയിട്ടുണ്ട്. 11,358 പട്ടികജാതി കുടുംബത്തിനായി 607 ഏക്കർ ഭൂമിയാണ് കഴിഞ്ഞ 3 വർഷം നൽകിയത്. കൂടാതെ വീടൊരുക്കാൻ 7.5 ലക്ഷം രൂപ വരെ നൽകുന്നുണ്ട്. തൊഴിൽ സംരംഭം ആരംഭിക്കാൻ 5 ലക്ഷം രൂപ വരെ നൽകുന്നതാണ് മറ്റൊരു പ്രോത്സാഹന നടപടി. പട്ടിക വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് മികച്ച വിദ്യാഭ്യാസ അന്തരീക്ഷം ഒരുക്കുന്നത് മുതൽ തൊഴിൽ ഉറപ്പാക്കുന്നതിൽ വരെ സർക്കാരിന്റെ ശ്രദ്ധയുണ്ട്. വിദ്യാർത്ഥികൾക്ക് വീടുകളിൽ പഠനമുറി ഒരുക്കുന്നതിന് മുതൽ അവർക്ക് സിവിൽ സർവീസ് പരിശീലനം നൽകുന്നതിനും വിദേശ പഠനത്തിനും വരെ ഫലപ്രദമായ പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട്. ST വിഭാഗം വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്ക് തടയാൻ നടപ്പാക്കിയ വിദ്യാവാഹിനി പദ്ധതി ശ്രദ്ധേയമാണ്. 2.5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വാർഷിക വരുമാനമുള്ള SC, ST കുടുംബങ്ങളിലെ വിദ്യാർത്ഥികളെ കേന്ദ്ര സർക്കാർ പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പിൽ നിന്ന് ഒഴിവാക്കിയപ്പോൾ സംസ്ഥാന ബജറ്റിൽ തുക വകയിരുത്തിയാണ് എല്ലാവർക്കും സ്കോളർഷിപ്പ് ഉറപ്പാക്കിയത്. ഇത്തരത്തിൽ നാനാവിധത്തിൽ അധസ്ഥിത വിഭാഗങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ നടത്തിവരുന്ന ശ്രമങ്ങളുടെ തുടർച്ചയിലാണ് അവരുടെ സാമൂഹ്യ അന്തസ്സ് കൂടി ഉയർത്തുന്ന തീരുമാനം കോളനി എന്ന പേര് മാറ്റുന്നതിലൂടെ ഉണ്ടായത്. പകരം ഉപയോഗിക്കുന്ന നഗർ എന്നതിനൊപ്പം വ്യക്തികളുടെ പേര് പുതുതായി ചേർത്താൽ തർക്കങ്ങൾക്ക് ഇടയാക്കിയേക്കും എന്നതിനാൽ അത് ഒഴിവാക്കാനുള്ള നിർദ്ദേശം മാതൃകാപരമാണ്. ചില ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാനും വർഗീയമായി ധ്രുവീകരിക്കാനും BJP സർക്കാരുകൾ പ്രസിദ്ധമായ സ്ഥലപ്പേരുകൾ പോലും ഏകപക്ഷീയമായി മാറ്റുമ്പോഴാണ് കേരളത്തിൽ പേരുമാറ്റത്തിലും ജനങ്ങളുടെ ഐക്യം സംരക്ഷിക്കാനുള്ള കരുതൽ. തീരുമാനം പ്രഖ്യാപിച്ച മന്ത്രി പറഞ്ഞതുപോലെ പേരുമാറ്റം കൊണ്ട് മാത്രം സാമൂഹ്യ ഉന്നതി ഉണ്ടാകില്ല. അതിന് മുഴുവൻ സമൂഹത്തിന്റെയും പിന്തുണയും സഹകരണവും വേണം. കോളനിക്കാർ മോശക്കാരെന്ന മട്ടിൽ നമ്മുടെ ചലച്ചിത്രങ്ങളടക്കം ബഹുജന മാധ്യമങ്ങളിൽ വന്നു പോകുന്ന ചിത്രീകരണങ്ങൾ പൊതുബോധത്തെ സ്വാധീനിക്കുമെന്നതിനാൽ കാലത്തിന് നിരക്കാത്തതാണെന്ന തിരിച്ചറിവുണ്ടാകണം. ആരിലും അപകർഷാബോധം ഉണ്ടാക്കാതെ എല്ലാവരുടെയും വളർച്ചയായിരിക്കണം സമൂഹത്തിന്റെ പുരോഗതിക്ക് അടിസ്ഥാനം. ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.